അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മഗ്രിബ് നമസ്കാരാനന്തരം നമ്മൾ ആരംഭിച്ച ഈ ഒരു മഹത്തായ പരിപാടിക്ക് ഇവിടെ സമാപനം കുറിക്കുകയാണ്. തൗഹീദ് എന്ന വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ചർച്ചകളും ചോദ്യോത്തര പരിപാടികളുമാണ് ഇതുവരെ നടന്നത്. ഇങ്ങനെ ഒരു പരിപാടി അല്ലെങ്കിൽ ഇതുപോലെയുള്ള പരിപാടികൾ കുവൈറ്റിൻ്റെ മണ്ണിലും നാടിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലും ഒക്കെയായി ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം, മറുഭാഗത്ത് വലിയ പ്രസ്ഥാനങ്ങൾ, പണ്ഡിതന്മാരെന്ന് സമൂഹം വിലയിരുത്തുന്ന ചില ആളുകൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നതിൽ യാതൊരു തകരാറുമില്ല. ഒരാൾ അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടിയാൽ അവൻ മുസ്ലിമാണ്. അള്ളാഹുവിനെയും റസൂലുള്ളാനെയും മഹാന്മാരെയും വിളിച്ചു തേടുമ്പോൾ മാത്രമാണ് പൂർണ്ണ മുസ്ലിമായി ഒരാൾ മാറുന്നത് എന്ന് പബ്ലിക്കായി ഇതുപോലെയുള്ള മൈക്കുകൾക്ക് മുമ്പിൽ പ്രഭാഷണങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം തൗഹീദി പരിപാടികൾ ഏറെ പ്രസക്തമാകുന്നത്. കേവലം വാക്കുകൾ മാത്രം പറഞ്ഞു പോകാതെ അള്ളാഹുവിനോട് തേടുന്നത് പോലെ റസൂലുള്ളയോടും തേടണം, അള്ളാഹുവിനോട് തേടുന്നത് പോലെ മഹാന്മാരോടും തേടണം എന്ന് പറയാൻ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പോലും എടുത്തുദ്ധരിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരവസ്ഥ. ഇന്നമാ വലിയുക്കുമുല്ലാ എന്ന് മാത്രമല്ല അല്ലാഹു പറഞ്ഞത്, വറസൂലുഹു വല്ലദീന ആമനു. നിങ്ങളുടെ വലിയ അള്ളയാണ്, നിങ്ങളുടെ വലിയ റസൂലുള്ളയാണ്, നിങ്ങളുടെ വലിയ വിശ്വാസികളാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരെയെല്ലാം വിളിച്ചു തേടണം എന്ന് പബ്ലിക്കായി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനോട് വിളിച്ചു തേടിയാൽ അത് KSRTCയിൽ യാത്ര ചെയ്യുന്നത് പോലെ എത്തിയാൽ എത്തി, എത്തിയില്ലെങ്കിൽ എത്തിയില്ല എന്ന അവസ്ഥ. എന്നാൽ മഹാന്മാരോട് വിളിച്ചു തേടിയാൽ അതേതുപോലെയാണ് ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്നത് പോലെ, ഒന്ന് ഫലവത്താണ്, ഒന്ന് ഫലം കുറവാണ്. ഫലം കുറവേതാണ് അള്ളാഹിനോട് തേടുന്നത്, ഫലവത്തേതാണ് മഹാന്മാരോട് തേടുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തെ ഈ രൂപത്തിൽ സമൂഹത്തോട് പറയുമ്പോൾ പാവങ്ങളായ ആളുകൾ തെറ്റിദ്ധരിച്ചു പോകും. എന്നാൽ മറുഭാഗത്ത് ചില ആളുകളുണ്ട്, ഞങ്ങളുടെ ഉസ്താദന്മാർ എന്ത് ഞങ്ങളോട് പറഞ്ഞാലും ഞങ്ങളത് ചെയ്യും, കാരണം അവരൊരിക്കലും തെറ്റു പറയില്ല, അവരൊരിക്കലും ഞങ്ങളെ വഴികേടിലേക്ക് നയിക്കുകയില്ല, അതുകൊണ്ട് അവരെന്തു പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കുമെന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നാളെ പരലോകത്ത് വരുമ്പോൾ അവരുടെ ഒരു വിലാപം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. യഖൂലൂന യാ ലൈതനാ അത്അന അല്ലാഹ വഅത്അന റസൂല. അവർ പറയുകയാണ്, ഞങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ. വഖാലൂ റബ്ബനാ ഇന്നാ അത്അനാ സാദതനാ വകുബറാനാ ഫഅദല്ലൂന സബീല. ഞങ്ങളുടെ ഇന്ന സാദാത്യങ്ങളെയും കുബറാക്കളെയും ഞങ്ങൾ അനുസരിക്കാതിരുന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, അവർ നേർവഴിയിൽ നിന്ന് ഞങ്ങളെ വഴിതെറ്റിച്ച് കളഞ്ഞല്ലോ. എന്നിട്ടവർ പറയുകയാണ്, റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബ്. അല്ലാഹുവേ, അവർക്ക് ഇരട്ടിക്ക് ശിക്ഷ കൊടുക്കണേ എന്ന് പറയാൻ. അതുകൊണ്ട് ഇവർ രക്ഷപ്പെടുമോ? ഒരിക്കലും രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അന്ത്യനിമിഷം വരെ നമ്മുടെ ശ്വാസോനിശ്വാസങ്ങൾ, നമ്മുടെ ശബ്ദം തൗഹീദിൻ്റേതായിരിക്കണം. അവസാന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരണപ്പെടാൻ നമുക്ക് കഴിയണം. ഒരു മുസ്ലിം ആണെങ്കിൽ ചുരുങ്ങിയത് ഒരു ദിവസം 25 പ്രാവശ്യമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൗമിൻ്റെ മുമ്പിൽ പ്രഖ്യാപിച്ചതുപോലെ എവിടെയും നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം. നമ്മുടെ ഉമ്മ ശിർക്ക് ചെയ്യുമ്പോൾ, നമ്മുടെ ഉപ്പ ശിർക്ക് ചെയ്യുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ ശിർക്കിൻ്റെ പാതയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഉച്ചയിസ്തരം ആരെയും പേടിക്കാതെ പ്രഖ്യാപിക്കാൻ പറ്റണം. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബീ വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു തേടുകയുള്ളൂ, അവനിൽ ഞാൻ യാതൊന്നിനെയും പങ്കുചേർക്കുകയില്ല എന്ന പ്രഖ്യാപനം, ആ തൗഹീദിൻ്റെ പ്രഖ്യാപനം നമ്മുടെ അന്ത്യനിമിഷം വരെ മുഴങ്ങേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, തൗഹീദിലൂടെ നമ്മൾ വിശുദ്ധി നേടുന്നത് പോലെ
നമ്മുടെ സ്വഭാവത്തിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ ഇടപെടലുകളിലൂടെ എല്ലാം വിശുദ്ധി നേടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷം കടന്നു പോകുമ്പോഴും ഒരു കയർ പരലോകവുമായി ബന്ധിപ്പിച്ചിടണം. ജീവിതത്തിൻ്റെ രഹസ്യവേളകളിലും പരസ്യവേളകളിലും ആളുകൾക്കിടയിലാകുമ്പോഴും ഒറ്റയ്ക്കാകുമ്പോഴും പരലോകവും എന്നുള്ള ഒരു ബോധം തീർച്ചയായും നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. ഇന്നിവിടെ നടന്ന ഈ ഒരു പരിപാടി, ഈ ഒരു ചർച്ച, ഈ വിഷയാവതരണങ്ങൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. തൗഹീദ് മനസ്സിലാക്കാനുള്ള ഒരു നല്ല വെളിച്ചത്തിൻ്റെ വേദിയാക്കി അല്ലാഹു ഇതിനെ മാറ്റുമാറാവട്ടെ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.